നിങ്ങൾക്ക് ഫീമെയിൽ ഡോഗ് ഉണ്ടെങ്കിൽ അവരുടെ ഹീറ്റിൻ്റെ ടൈമിൽ വാക്കിങ്ങിന് കൊണ്ടുപോകണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മെയിൽ ഡോഗ്സ് ഒക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ എത്രയോ ദൂരത്തുനിന്ന് വരെ ഫീമെയിൽ ഡോഗിൻ്റെ ആ ഒരു സ്മെല്ല് അവർക്ക് കിട്ടും എന്നാണ് പറയുക. അതുകൊണ്ട് വെറുതെ മെയിൽ ഡോഗ്സിനെ ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കരുത്, അവർ അഗ്രസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫീമെയിൽ ഡോഗ്സിനെ ഹീറ്റിൻ്റെ ടൈം പീരീഡിൽ വാക്കിങ്ങിന് കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ്. ഇനി നിങ്ങളുടെ വീട്ടിൽ കോമ്പൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെ വെറുതെ അഴിച്ചു വിടാനും പാടില്ല. കാരണം ഈ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ എവിടുന്നെങ്കിലൊക്കെ ഒരു മെയിൽ ഡോഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെ സേഫാക്കി വെക്കണം. ഇതൊരു റിക്വസ്റ്റ് ആണ്, പലരും ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്യാത്തത് കാരണം പിന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നിട്ടുണ്ട്, എൻ്റെ ഡോഗ് പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു, എന്താ ചെയ്യുക ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല, മെയിൽ ഡോഗിനെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. ആ ഒരു സ്മെല്ല് കാരണമാണ് ആ ഡോഗ് അഗ്രസീവ് ആവുന്നത്. ഇപ്പോൾ ലാവിക്ക് ഇവിടെ ഹീറ്റായി കഴിഞ്ഞാൽ ലിയോൻ്റെ കാര്യം പോക്കാണ്. ലിയോ ഒരു വില്ലനെ പോലെയാണ് നടക്കുക. നമുക്ക് ഈ ഒരു ലിയോനെ നമുക്ക് ആ ഒരു സമയത്ത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ ലാവിനെ ലിയോൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ പോലും ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇവൻ എപ്പോഴും ഒരു ദേഷ്യ മുഖവും ലാവിനെ കിട്ടാത്തതിൻ്റെ ഒരു ഇറിറ്റേഷനും ഒക്കെ ലിയോന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ലാവിക്ക് ഹീറ്റായി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ, ഒരു 2 ആഴ്ചയോളം ഞങ്ങൾക്ക് കുറച്ച് ടാസ്ക്കാണ്. അത് കഴിഞ്ഞാലേ പിന്നെ ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ലാവിയുടെ ഹീറ്റിൻ്റെ ടൈമിൽ ഇവിടെ നടക്കുന്ന കലാപരിപാടികൾ. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും കൂടുതലൊരു അറ്റൻഷൻ എപ്പോഴും ലാവിക്കാണ് കൊടുക്കാറുള്ളത്. എക്സ്ട്രാ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, അത് ഞങ്ങൾക്കും കൂടി കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ബൈ.